എവരിവൺ വെൽക്കം ടു മലയാളി കോഡർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് KTU BTech S2ലെ സി പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആണ് സി പ്രോഗ്രാമിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത്. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കിത് ഫസ്റ്റ് വീഡിയോയിൽ സിലബസ് നോക്കാം. അതായത് സി പ്രോഗ്രാമിൻ്റെ സിലബസ് എന്താണ്, പിന്നെ അതിൻ്റെ ഒപ്പം നമുക്കിതെങ്ങനെ പഠിച്ചെടുക്കാം, സ്റ്റഡി പ്ലാനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് തിയറിയാണ്. ഇപ്പോൾ നിങ്ങളൊരു ബയോ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡിങ് ബേസിക് ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, കാരണം അതിനകത്ത് കോഡിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ട് സംഭവമൊന്നുമില്ല, ഫുള്ള് തിയറിയാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇവിടെ കുറച്ച് ഫ്ലോ ചാർട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വന്നിട്ടുണ്ടെന്നാലും അത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ പഠിക്കാന്നുള്ളൂ. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 20 മാർക്സ് അപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് പഠിക്കാതിരിക്കുക, ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 2ലാണ് ശരിക്കും സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ് ക്യാരക്ടർ സെറ്റ് എന്താണ്, ടോക്കൺസ് എന്താണ്, ഐഡൻറ്റിഫയേഴ്സ് എന്താണ്, അങ്ങനത്തെ സംഭവങ്ങൾ, ഈ ലൂപ്പ്, പിന്നെ സ്വിച്ച്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 2ൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് പഠിക്കേണ്ടി വരും, കാരണം ഇത് ബേസിക് ആണല്ലോ, സി പ്രോഗ്രാമിൻ്റെ ബേസിക്സ് ആണ്. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, അടുത്ത മൊഡ്യൂളൊന്നും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കൂടുതലും തിയറിയാണ് കൂടുതലും, പിന്നെ അതിൻ്റെ ഒപ്പം എക്സാമ്പിളൊക്കെ ആയിട്ട് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതും എളുപ്പമായിട്ട് പഠിക്കാമെന്നുള്ളൂ. ഇതെന്തായാലും ഞാൻ വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും മൊഡ്യൂൾ 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സെറ്റാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും പഠിച്ച് നിങ്ങൾക്കൊരു 20 മാർക്സ് ഇപ്പം തന്നെ നിങ്ങൾ പാസ്സായി. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ സി പ്രോഗ്രാമിനെ പറ്റി പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ബയോ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് പ്രോഗ്രാമിംഗ് അറിയില്ല, അങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പാസ്സായി. അതായത് നിങ്ങൾ രണ്ടും ഫുൾ എഴുതിക്കാൻ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾ പാസ്സായി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 3. അപ്പോൾ മൊഡ്യൂൾ 3ൽ എന്താണ്, മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അറേ ആൻഡ് സ്ട്രിങ്സ്. ഇത് എളുപ്പം നിങ്ങൾക്ക് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ 2-3 പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും, കാരണം ഇത് അത്ര ഒരു ടഫില്ല. ആകെയുള്ളത് നമുക്ക് അറേ ഉണ്ട്, പിന്നെ 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്. 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സസ്, അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്, മെട്രിക്സ് അഡീഷൻ ചെയ്യാനുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രിങ് ഉണ്ട്. അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രിങ്ങിൻ്റെ കുറേ ഫങ്ഷൻസ് ഉണ്ട്, അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യണത്, പിന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കുകയാണ്. അപ്പോൾ മൊഡ്യൂൾ 3യും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനേ ഉള്ളൂ. ഇത് ഈസിയാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതും പഠിച്ച് നിങ്ങൾക്ക് 20 മാർക്സ് കിട്ടും. അപ്പോൾ മൊത്തം എത്രയായി, മൊത്തം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 20 ഇതിൽ നിന്ന് 20, അപ്പോൾ നിങ്ങൾക്ക് 60 മാർക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിത്ത് ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ CS സ്റ്റുഡൻറ്റ്, ഇപ്പോൾ നിങ്ങൾ CS സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ആയില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ 3 വരെ പഠിക്കണവർക്ക് ഇപ്പോൾ പാസ്സാകാൻ പറ്റും. പക്ഷേ ഇനിയുള്ള ഇയറിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഫങ്ഷൻസ് ഇല്ലാണ്ട് ഒരു പ്രോഗ്രാമിലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ പ്രൊജക്ട്സ് വരെയും ചെയ്യണത് ഫങ്ഷൻസ് വെച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് നിങ്ങൾ എന്തായാലും പഠിക്കണമായിരിക്കും നല്ലത് CS സ്റ്റുഡൻസ്. ബാക്കിയുള്ളവർ ഇപ്പോൾ സിവിൽ മെക്കാനിക്കലൊക്കെ ഉള്ളവർ മൊഡ്യൂൾ 3 വരെയും പഠിച്ചാലും മതി. ഓക്കെ, മൊഡ്യൂൾ 4 ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ CS സ്റ്റുഡൻസ് മൊഡ്യൂൾ 4 പഠിക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4 ഫങ്ഷൻസ്. പിന്നെ മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ പോയിൻറ്റേഴ്സ് ആൻഡ് ഫയൽസ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ബാക്കി 4 പഠിച്ചാൽ മതി. ഓക്കെ, 5th മൊഡ്യൂൾ പഠിക്കണമെന്ന് ഞാൻ പറയണില്ല. ഓക്കെ, 5th പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി 4 നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. സി പ്രോഗ്രാം എന്തായാലും പാസ്സായി, ഞാൻ ഉറപ്പ് തന്നെ. ഓക്കെ, അപ്പോൾ 5th മൊഡ്യൂൾ നിങ്ങൾ എന്താണ്, പോയിൻറ്റേഴ്സ് ആൻഡ് ഫയൽസ് ആണ്. ഓക്കെ, ഇത് മനസ്സിലാക്കിയെടുക്കാൻ ചിലർക്ക് ബയോ സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇതെന്താണ് മനസ്സിലാക്കിയെടുക്കാൻ, പക്ഷേ ഈസിയാണ്. ഇതിനകത്ത് കുറേ എന്താണ് ഫയൽ ഓപ്പൺ ക്ലോസ് അങ്ങനത്തെ കുറേ കോഡ് ഓൾറെഡി ഉണ്ട്. നമ്മൾ അതൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്, ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് തന്നെ യൂസ് ചെയ്യണത്. ഓക്കെ, പിന്നെ പോയിൻറ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് മൊഡ്യൂൾ 5 എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1, 2, 3 നന്നായിട്ട് പഠിക്കുക. മൊഡ്യൂൾ 1 ഫുൾ തിയറിയാണ്. അത് തിയറിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് പഠിക്കാൻ നിൽക്കരുത്, മറന്നു പോകും. തിയറി ആണെങ്കിലും നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മൊഡ്യൂൾ 2 ബേസിക് ആണ്, അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ മൊഡ്യൂൾ 3 നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സാവും. പിന്നെ സി പ്രോഗ്രാമിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 2 ക്യാരക്ടർ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിരിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ്.